And for this session, we have two speakers. This is probably going to be a fireside chat on the topic, the one-person creative studio. So we have Mr. Gautam Sriram from Design Technologies, Think Forge Global, to initiate the fireside chat. So ladies and gentlemen, let me welcome Mr. Gautam Sriram. So ഇനി നമുക്ക് രണ്ട് സെഷൻസും കൂടെ ബാക്കിയുള്ളൂ. After this, we will be winding this entire 2-day of conclave, 2-day of our Scale Up 2026 conclave. And ഈ ഒരു talk sessionൽ we would love to welcome Mr. Gautam Sriram. And also, I would love to welcome Mr. Nahyan KS, Creative Technologist. നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിക്കാം പ്ലീസ്. ഇപ്പോൾ ഉള്ള എല്ലാവരും ചേർന്ന് that is how we show our support. And moving on to the discussion, the one person creative studio. And here we go. സോ നിങ്ങൾ ഈ പേരൊക്കെ കണ്ടിട്ട് ഈ ക്രിയേറ്റീവ് ടെക്നോളജീസ്, ഡിസൈൻ ടെക്നോളജീസ് കേൾക്കാൻ ഒരു ഗുമ്മുണ്ട്, എന്താ സാധനം എന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? സോ സംഭവം ഭയങ്കര സിമ്പിളാണ്. അതായത് നമ്മൾ ഡിസൈനിൽ തന്നെ അല്ലെ ക്രിയേറ്റീവ് ഏത് മേഖലയിലാണെങ്കിലും AI-നെ വർക്ക് ഫ്ലോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ മാക്സിമം ഓപ്റ്റിമൈസ് ചെയ്യാനും ഒരു ബെറ്റർ റിസൾട്ട് കണ്ടുപിടിക്കാനും യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോ ആണ് നമുക്ക് ക്രിയേറ്റീവ് ടെക്നോളജി അല്ലെ ഡിസൈൻ ടെക്നോളജി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. സോ ഇപ്പോൾ നമ്മൾ അതാണ് എഫക്റ്റീവ്ലി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്കെയിലപ്പിൻ്റെ ടീമിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ സംഭവങ്ങൾ നഹ്യാൻ പറഞ്ഞു തരും. ഓക്കെ, സോ നമ്മൾ രണ്ടാളും ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തതാണെങ്കിലും ലാസ്റ്റ് ഇയർ ആണെങ്കിലും സ്കെയിലപ്പ് ടീമിൽ വർക്ക് ചെയ്തിട്ടുള്ള, അതായത് കോർ ടീമിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ നമുക്ക് എന്തായാലും സ്കെയിലപ്പ് ആയതുകൊണ്ടും AI ആയതുകൊണ്ടും സ്കെയിലപ്പിൻ്റെ ഒരു POVന്ന് എങ്ങനെയാണ് ഡിസൈനിലും അതുപോലെ പ്രൊഡക്ഷനിലും വീഡിയോ പ്രൊഡക്ഷനിലും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു AI യൂസ്ഫുൾ ആയിട്ടുള്ളത്, അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ഫ്ലോയിൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. സോ ഫേസ്റ്റ്ലി നമുക്കിപ്പോൾ ഡിസൈനിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 days ആയിട്ട് ത്രൂ ഔട്ട് നമ്മുടെ LED സ്ക്രീനിൽ ബാക്കിൽ കണ്ടിരുന്ന ഈ ഡിസൈൻസ് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഗൗതമിൻ്റെ ക്രിയേഷൻസ് ആണ്. സോ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മേജർലി എങ്ങനെ പോയാലും നമ്മുടെ ഇക്കൊല്ലത്തെ ഒരു ഡിസൈനിൽ എവിടെയെങ്കിലുമൊക്കെ AI-യുടെ ഒരു പാർട്ട് വന്നിട്ടുണ്ട്. ഐദർ ഇൻ ഇമേജ് ജനറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ജനറേഷൻ, എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു ഡിസൈനിൻ്റെ പാർട്ട് AI-യും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഡിസൈൻസ് പോസ്റ്റർ, നമ്മൾ സ്പീക്കർ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും, അതൊക്കെയും ഈ പറഞ്ഞ പോലെ നമുക്ക് AI-യുടെ ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ട് നല്ല രീതിക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ സ്പീഡാക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് വീഡിയോയുടെ കേസിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. മെയിൻലി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ സ്കെയിലപ്പ് ടീമും ഈ ഇയറിത്തെ സ്കെയിലപ്പ് ടീമും നമുക്ക് നോക്കാം അല്ലേ. സോ ലാസ്റ്റ് ഇയർ ഐ തിങ്ക് വീഡിയോ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഓൾമോസ്റ്റ് 8 to 10 people ആയിരുന്നു നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ്റെ ബിഹൈൻഡ് നമുക്ക് വർക്ക് ചെയ്തിരുന്നത്. ഫുൾ ഫ്ലെഷ്ഡ് ടീം തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഈ ഇയറിക്ക് വന്നപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ലെവൽ ഓഫ് വർക്ക് അതിൻ്റെ 1/4 പീപ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് വി യൂസ് AI ഇൻ അവർ വർക്ക് ഫ്ലോ. അപ്പോൾ തന്നെ ഡിസൈനിലും അതുപോലെ തന്നെ അല്ലേ? ഇപ്പോൾ ഡിസൈനിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോയിരിക്കുന്ന പോസ്റ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞാലും എല്ലാത്തിലും നമ്മൾ AI യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ എല്ലാവർക്കും AI എന്നുള്ളൊരു തീമും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ ആദ്യം ഞാനും പേഴ്സണലി AI ഇൻ ഡിസൈൻ എന്ന് പറയുന്ന സാധനം അത്രയും കുറച്ച് പുച്ഛിച്ചാണ് കണ്ടത്. എടാ ഇതിൻ്റെ പണി കളയുമല്ലോ, ശരിയായ പരിപാടികളല്ലോ, ഇത് മൊത്തത്തിൽ എന്തോ ഒരു ഇതായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കി വരുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ച്വലി എൻ്റെ ഒരു ലൈക്ക് ക്രിയേറ്റീവ് പാലറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ആക്ച്വലി ഹെൽപ്ഫുള്ളായത്. അതായത് നേരത്തെ ഞാൻ 1 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു സാധനം ഇപ്പോൾ എനിക്ക് ഒരു 4 വേരിയേഷൻസ്, അതിൻ്റെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് 4 വേരിയേഷൻസ് ഒരു കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ പ്രോട്ടോടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന എഫക്റ്റീവ്ലി UX ഡിസൈനറായിട്ടാണ്. ഇപ്പോൾ UX ഡിസൈനിലാണേലും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ UX റിസർച്ചിൻ്റെ ആണേലും അല്ലാതെ നമുക്ക് ഈ വേരിയേഷൻസിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്ക് കൂടുതൽ പ്രോട്ടോടൈപ്പിംഗ് ഹാസ് ബീൻ പോസിബിൾ
with the inclusion of AI in our workflow. അപ്പോൾ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട്, മോർ ഒപ്റ്റിമൈസ്ഡ് റിസൾട്ട്, ഈവൻ ആസ് എ ലൈക്ക് ചെക്കർ. അതായത് ഒബ്വിയസ്ലി ഇറ്റ് വോണ്ട് റിപ്ലേസ് ഹ്യൂമൻ ഇൻപുട്ട് ഇൻ എനി സ്റ്റേജ്, പക്ഷേ ലൈക്ക് ഇറ്റ് ഹാസ് totally involved in our process, and it's been absolutely crucial in creating good results. പിന്നെ നമുക്ക് മെയിനായിട്ട് വന്നിരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇമാജിനേഷൻ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ബിഫോർ AI. ദാറ്റ് ഈസ് ലൈക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഐഡിയ വരെയാണ് ഇങ്ങനൊരു വീഡിയോ ഔട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാമെന്ന് ആലോചിക്കുമ്പോഴത്തേനും അത് 3D ആണ്, അതിന് ആനിമേഷൻ അറിയണം, അല്ലെങ്കിൽ അതെ ബ്ലെൻഡർ വേണം, ഹൈ എൻഡ് സ്പെക്ക് വേണം, അങ്ങനെ ഒരുപാട് കൺസ്ട്രേഷൻസ് നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് മൈൻഡിലേക്ക് വരും, ഓ ഇത് നടക്കൂല, ആ ഒരു തോട്ടിക്ക് വരും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് AI വന്നതിന് ശേഷം മെയിനായിട്ട് നമുക്ക് ഫൈനൽ എൻ്റെ പ്രോഡക്റ്റ് ചിലപ്പോൾ അത്ര നന്നായിക്കണമെന്നില്ല, ബട്ട് ഫോർ ബ്രെയിൻ സ്ട്രോമിങ്, അതായത് നമ്മുടെ ഐഡിയ എങ്ങനെ നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റുന്നുള്ളത്, നമുക്ക് വൈൽഡസ്റ്റ് ഓഫ് ദി ഐഡിയാസ് നമുക്ക് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് എടുത്ത് ആ പ്രോംപ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് റിഫൈൻ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എന്താണ് നമ്മൾ ഇമാജിൻ ചെയ്തത് അതെങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമുക്കിത് വേൾഡിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത്രയും ഈസി ആയിട്ട് കാണാൻ പറ്റും. പണ്ടൊക്കെ അതിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരാളെ കൊണ്ട് അത് ഒരിക്കലും പറ്റില്ല. അതായത് AI വന്നപ്പോൾ എനിക്ക് മെയിനായിട്ട് ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് ബേസിക്കലി ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ എഡിറ്ററാണ്, അത് മാത്രമായിരുന്നു എനിക്ക് പറ്റിയിരുന്നത്. ബട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് യൂസിങ് AI എനിക്ക് ഡിസൈൻ എലമെൻസിൽ നിന്നാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫോട്ടോ എന്നിട്ട് ഒരു വീഡിയോ ആക്കാൻ പറ്റും. ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഒരു ഫുൾ 30 സെക്കൻഡ് റീലാക്കാൻ പറ്റും. അപ്പോൾ ബിഫോർ ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു വർക്ക് ഫ്ലോക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് 2 to 3 ആൾക്കാർ വേണം വിത്ത് എക്സ്പേർട്സ്. 3 ഏരിയാസിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അതാണ് ഇപ്പോൾ ഇവിടെ കട്ട് ഷോർട്ടായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റണത് അല്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്റ്റോറി ബോർഡിങ്ങും ഇനിഷ്യൽ പ്രീവിയസ് എന്ന് പറയും, നമ്മൾ പ്രീ വിഷ്വലൈസേഷൻ കോൺസെപ്റ്റ്സിലും വളരെ യൂസ്ഫുൾ ആണ്. അതായത് ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു 10 പേരുള്ള ടീമാണെന്ന് വെച്ചോ, ഒരു 10 പേരുള്ള ടീമിൽ ഈ 10 പേരോടും ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കാനാണ് ഒരു ഭയങ്കര ടാസ്ക്. അപ്പോൾ AI വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം, ഓക്കെ ഇതാണ് എൻ്റെ തലയിലുള്ള സാധനം, ഇങ്ങനെയാണ് ഞാൻ വിഷൻ ചെയ്യുന്നത്, ലൈക്ക് അപ്പോൾ അതിപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിലും എനിക്ക് വലിയ ടൈം എടുക്കത്തില്ല. അല്ലാതെ ഞാൻ ഈ സാധനം ഫുള്ള് വരച്ചുണ്ടാക്കുമോ അല്ലെങ്കിൽ എങ്ങനെയാണേലും മാപ്പ് ഔട്ട് ചെയ്ത് കാണിക്കാൻ എടുക്കുന്ന ഒരു ടൈമിൻ്റെ പകുതി ടൈമേ എടുക്കുള്ളൂ. അതെ, ലൈക്ക് ഇപ്രാവശ്യം ആണെങ്കിലും നമ്മളെ സ്കെയിലപ്പിൻ്റെ ബിഹൈൻഡ് ദ വർക്ക്സിലാണെങ്കിലും ലൈക്ക് പ്രൊമോഷൻ വർക്ക്സിനാണെങ്കിലും നമ്മൾ ഒരുപാടധികം AI യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ പോസ്റ്റർ, ഈ LED വാളി കാണിച്ചിട്ടുള്ള ഇമേജസ് അല്ലേ, അതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് AI ജനറേറ്റഡ് ഇമേജസ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ഇറ്റ്. നമുക്ക് കുറേ ട്രയൽ ആൻഡ് എറർ എടുത്തു, ലൈക്ക് പ്രോംപ്റ്റ് നല്ലോണം റിഫൈൻമെൻറ്റ് ചെയ്യേണ്ടി വന്നു ആ ഒരു ഡിസൈഡ് ഔട്ട്പുട്ട്സ് കിട്ടാൻ. ബട്ട് ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഈ നമ്മൾ എല്ലാ സ്പീക്കേഴ്സിനും നമ്മൾ അവർ ഫോട്ടോ വെച്ചിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നല്ലോ, ആ ഇമേജ് കംപ്ലീറ്റ്ലി AI ജനറേറ്റഡാണ് ഫോർ ഓൾ ദ സ്പീക്കേഴ്സ്. ആ ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് നമ്മൾ AI യൂസ് ചെയ്തിട്ടാണ് അത് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ജനറേറ്റഡ് ആണെന്ന് മാത്രമല്ല ആ ഫുൾ പ്രോസസ്സ് ഇസ് ഓട്ടോമേറ്റഡ് കംപ്ലീറ്റ്ലി. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ആ ഫ്രെയിം ഫോർജിൻ്റെ സ്റ്റോളിലൊക്കെ പോയാലും കാണാൻ ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഒരു ഇമേജ് എടുത്തിടുമ്പോഴേ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് പ്രിൻ്റബിൾ ഫോമിൽ തരാണ്. പിന്നെ ലൈക്ക് പ്രിൻ്റബിളോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ നിങ്ങൾ ഈ സാധനത്തിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോൾ സ്കെയിലപ്പിൻ്റെ രജിസ്ട്രേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു സൂപ്പർമാനൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വാസ് നോട്ട് പോസിബിൾ ബിഫോർ. അതായത് ഇപ്പോൾ എനിക്ക് നാളെ നമ്മുടെ തെലുങ്ക് നടൻ ബാലയ്യയുടെ ടൈപ്പ് സാധനം വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ആ ലെവൽ ഓഫ് ലൈക്ക് കേപ്പബിലിറ്റി ഇസ് ദെയർ. അതിപ്പോൾ എൻ്റെ ഇമാജിനേഷനെ മാത്രം ബാധകമാണ്. അപ്പോൾ എനിക്കിപ്പോൾ കാർ എടുത്തെറിയണമെങ്കിൽ കാർ എടുത്തെറിയാം. സോ നമ്മൾ ഈ വീഡിയോ ജനറേഷൻ്റെ മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്ത മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ ആ ഒരു കോൺസെപ്റ്റിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ലൊക്കേഷൻസ് വേണം, ലൈറ്റിംഗ്, പ്രോപ്പർ ക്യാമറ സെറ്റപ്പ്, അതിനുള്ള ആക്ടേഴ്സ്, അതുപോലെ തന്നെ അത്രയും ആൾക്കാരുടെ ക്രൂ, ഇതെല്ലാം വേണം. നമുക്കൊരു ആഡ് മോഡൽ വീഡിയോ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കെയിലപ്പിൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് ഐ തിങ്ക് 3 to 4 കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് വീഡിയോസ് ഉണ്ട്. അതിൽ 2 ഹ്യൂമൻ ബേസ്ഡ് AI വീഡിയോസ് ഉണ്ട്. ആ 2 നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുരുങ്ങിയതൊരു ഹാഫ് എ ഡേ, മിനിമം ഹാഫ് എ ഡേ ടൈം വേണ്ടി വരും, എല്ലാം സ്മൂത്തായി പോകണമെന്നുണ്ടെങ്കിൽ. അതാണ് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു സിസ്റ്റം വെച്ചിട്ട് വിത്തിൻ 15 to 30 മിനിറ്റ്സ് ജനറേറ്റ് ചെയ്തെടുത്തത്. അത്രയും എഫിഷ്യൻ്റായി.
പക്ഷേ നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു ഇപ്പോൾ ജെമിനയോ അങ്ങനെ എന്തെങ്കിലും സൈറ്റിൽ പോയിട്ട് ആ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ടു വാട്ട് യു ക്യാൻ ഡു വിത്ത് AI. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ പാനലിലൊക്കെ കേട്ട പോലെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇപ്പോഴും സർഫസ് ലെവലിൽ സ്റ്റക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സെയിം മോഡൽസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണെന്ന് പറയില്ലേ, സെയിം തിങ് അപ്ലൈസ് ടു ദീസ് മോഡൽസ് ഓൾസോ. ഈ AI മോഡൽസ് ഒക്കെയും ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലിമിറ്റേഴ്സും വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മോഡൽ തന്നെ എല്ലാത്തിലും പെർഫെക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല, അതങ്ങനെയല്ല. അപ്പോൾ എന്തായാലും ഓരോ മോഡലിനും ഓരോ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ വീഡിയോ ജനറേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ചില മോഡൽസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആയിരിക്കും ജനറേറ്റ് ചെയ്ത് തരാം. അപ്പോൾ തന്നെ ചില മോഡൽസിൻ്റെ ഫിസിക്സ്, അതായത് ഇപ്പോൾ ഒരാൾ നടന്നു പോണ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡലിൻ്റെ ഫിസിക്സ് കുറച്ച് നല്ലതായിരിക്കും, കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് തോന്നും അയാളുടെ ആ ഒരു വാക്കിംഗ്. അതുപോലെ തന്നെ നമുക്ക് ചില മോഡൽസിൻ്റെ വീഡിയോ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്, അങ്ങനെ ഓരോ മോഡലിന് ഈ പറഞ്ഞ പോലെ ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ആ മോഡൽ സെലക്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ സർഫസ് ലെവൽ AI എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജെമിനൈ ഈ പറഞ്ഞ പോലെ ബോത്ത് ഫോർ ഫോട്ടോ ആൻഡ് വീഡിയോ ഒരു സർഫസ് ലെവൽ AI ആണ്. അതേ മോഡൽ ജെമിനൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിയോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. വിയോ 3.1 ആണ് ലേറ്റസ്റ്റ് മോഡൽ. ആ സെയിം മോഡൽ കുറേ ലിമിറ്റേഴ്സ് വെച്ചിട്ടാണ് ഗൂഗിൾ നമുക്ക് ആക്സസ് തരാം. കാരണം ഗൂഗിളിൻ്റെ പ്രൈവസി പോളിസിയും അതുപോലെ തന്നെ അത്രയും വലിയ ബ്രാൻഡ് ആയതുകൊണ്ടും ഗൂഗിളിൻ്റെ ലേബിളിൽ വരുന്ന ഒരു ഔട്ട്പുട്ട്, അത് ബി ഫോട്ടോ ഓർ വീഡിയോ എന്താണെങ്കിലും അത് ഈ പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര കൺസേൺ ആയിട്ടുള്ളതാണ്, ആ ഒരു ബ്രാൻഡ് വാല്യൂ കാരണം. പക്ഷേ ആ സെയിം മോഡൽ തേർഡ് പാർട്ടി വീഡിയോ ജനറേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹിക്സ്ഫീൽഡ്. സെയിം മോഡൽ നമുക്ക് ഈ ലിമിറ്റേഴ്സ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലൈക്ക് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് യൂസിങ് AI. നെക്സ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ലൈക്ക് ഓട്ടോമേഷൻ. നമുക്ക് ഈ പറഞ്ഞ പോലെ നോഡ് ബേസ്ഡ് ജനറേഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻപുട്സ്. അതായത് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ജനറേഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ us. ഓരോ ലെവൽ കൂടുന്തോറും നമുക്ക് ഈ AI-നെ കൺട്രോൾ ചെയ്യാനുള്ള ലെവലും കൂടും അല്ലേ? അതെ. പിന്നെ ഇത് 2 വർഷം മുമ്പും AI ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലെവൽ ഓഫ് കേപ്പബിലിറ്റി ഇപ്പോഴാണ് ഉണ്ടായത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിൽ സ്മിത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വീഡിയോ ഇത് 2024 AI വീഡിയോ ജനറേഷൻ്റെ അവസ്ഥയാണ്. ഓക്കെ, വിൽ സ്മിത്ത് നൂഡിൽസ് കഴിക്കാൻ നോക്കുകയാണ്. ഇതായിരുന്നു ലൈക്ക് ഫസ്റ്റ് വീഡിയോ ജനറേഷൻ യൂസിങ് AI വന്നപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ്. വിത്ത് ഈച്ച് ഇയർ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രസ് കാണാൻ പറ്റും. ഫസ്റ്റ് വീഡിയോയും അതുപോലെ തന്നെ ലാസ്റ്റ് ലേറ്റസ്റ്റ് മോഡൽ കൊണ്ട് ജനറേറ്റ് ചെയ്ത വീഡിയോ, അത്രയും ഡാറ്റ അത്രയും കമ്പ്യൂട്ടിംഗ് പവറും പുഷ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഈ ഒരു വീഡിയോ കിട്ടണത്. ഇതേപോലെ നമ്മൾ ഇപ്രാവശ്യം സ്കെയിലപ്പിന് കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു 30 സെക്കൻഡ് വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ സെക്കൻഡ് വീഡിയോ എന്നിട്ടോ. യെസ്, ഇത് നമ്മൾ ആകെ കൂടി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഓൾറെഡി ആ ബ്ലിപ്പില്ലേ, ആ ബ്ലിപ്പ് നമ്മുടെ ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. ആ എലമെൻറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു PNG നമ്മൾ VO 3 ഹിക്സ്ഫീൽഡ് യൂസ് ചെയ്തിട്ട് പറഞ്ഞു കേരളത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ ഈ ബ്ലിപ്പ് ഫ്ലൈ ചെയ്ത് പോണേൻ്റെ അത് നമ്മൾ ഓരോ ഷോട്ടും ഇതിൽ ഓരോ ഷോട്ടും ഓരോ ജനറേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ഷോട്ടും ജനറേറ്റ് ചെയ്തു, ലാസ്റ്റ് നമ്മളത് സ്റ്റിച്ച് ചെയ്തു. അത്രയും സിമ്പിളാണ്. ഇത് നമുക്കൊരു റിയൽ വേൾഡിൽ നമ്മളിത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കോസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നടക്കില്ല. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്ലിപ്പ് റെൻ്റ് ചെയ്യാൻ തന്നെ നമുക്കൊരു കോസ്റ്റ് വേണ്ടി വരും. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുക, ഇത്രയും ലൊക്കേഷനിൽ ഇത് എത്തിക്കണം, ഇത് ഷൂട്ട് ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം, അത്രയും വലിയൊരു ക്രൂ, ഇതെല്ലാം ഇപ്പോൾ കട്ട് ഷോട്ടായി വന്നിട്ടുള്ളത്. സോ എഫക്റ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഈ AI-യുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആക്ച്വലി ഒരു ഡിസൈനർ അല്ലെ ഒരു ക്രിയേറ്റീവ് ഇൻ എനി ഫീൽഡ് എന്നുള്ള സ്ഥിതിയിൽ ഇറ്റ് ഹാസ് ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ബൈ എ വെരി ഹൈ മാർജിൻ. അപ്പോൾ നിങ്ങളെ റിപ്ലേസ് ചെയ്യാൻ AI വരില്ല, പക്ഷേ AI-യും ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ആസ് യു എ പ്രോംപ്റ്റർ ഇസ് വാട്ട് ഇസ് ഗോൺ ഡിഫൈൻ. ആൻഡ് പ്രോംപ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ സിമ്പിൾ പ്രോംപ്റ്റ് വിൽ നോട്ട് ഗെറ്റ് യു എനിവേ. ഒരു പ്രോംപ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവണം, എന്തൊക്കെ നെഗറ്റീവ് പ്രോംപ്റ്റിംഗ് എന്ന് പറയും, അതായത് എന്തൊക്കെ ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനത്തെ പല സാധനങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കുരങ്ങൻ വേണം എന്ന് നമ്മൾ AI-യോട് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങനെ തരും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തരണമെങ്കിൽ നിങ്ങൾ ആ AI-യോട് പറയണം എൻ്റെ കുരങ്ങൻ ഇങ്ങനെ നിൽക്കണം, എൻ്റെ കുരങ്ങൻ്റെ ക്യാമറ ആംഗിൾ ഇങ്ങനെ ആയിരിക്കണം, ലൈറ്റിംഗ് ഇങ്ങനെ ആയിരിക്കണം, എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. സോ ഈ കുരങ്ങൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ത്രൂ ഔട്ട് പ്രോംപ്റ്റിംഗിൽ യൂസ് ചെയ്യേണ്ടത്. പ്രോംപ്റ്റിംഗിൽ വളരെ കുറച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരിക്കലും കിട്ടില്ല.
എന്നാലോ എല്ലാം കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റ് ആവശ്യമുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു ബാലൻസ് ഉണ്ട് പ്രോംപ്റ്റിങ്ങിൽ, കുറച്ച് കൊടുക്കണതും കുറേ കൊടുക്കണതും. ആ ഒരു ബാലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റിങ്ങിൽ റീ ചെയ്ത് ഈ ഒരു പ്രോംപ്റ്റിങ്ങിൽ നമ്മൾ റിഫൈൻ ചെയ്യണത്. ഓക്കെ, താങ്ക് യു. So that's it. We are winding this session. Can we have a big round of applause to these two speakers here? Wow. I believe നമ്മുടെ ഇപ്പോഴത്തെ ക്രൗഡ് ഇപ്പം ഈവൻറ്റ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ച് പേരാണുള്ളൂ. ബട്ട് ഐ ബിലീവ് ദീസ് പീപ്പിൾ ആർ വെരി 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 അറ്റൻറ്റീവ്. സോ ഐ വുഡ് ലവ് ടു വെൽക്കം CEO ഓഫ് സ്കെയിൽ അപ്പ് വില്ലേജ് മിസ്റ്റർ നദീം sir to please hand over a very very small humble token of love to these beautiful wonderful speakers here, to this handsome speakers. നല്ലൊരു കൈയടി കൊടുക്കണം ഒരിക്കൽ കൂടി. ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈയടിക്കാം. ബിക്കോസ് ഈ ഒരു ഈവൻറ്റിൻ്റെ ലാസ്റ്റ് ഫേസിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ആൻഡ് വി ഹാവ് മിസ്റ്റർ ഗൗതം ശ്രീറാം, ഡിസൈൻ ടെക്നോളജീസ് തിങ്ക് ഫോർജ് ഗ്ലോബൽ, റിസീവിംഗ് ദിസ് അവാർഡ്സ് ഫ്രം നമ്മുടെ സ്വന്തം നദീം കാ. Moving on, we have Mr. Nandyan KS, Creative Technologies. So to this wonderful design technologist and creative technologist, extending a heartfelt thank you note on behalf of everybody here attending the Scale Up Conclave 2026.